എല്ലാ കൂട്ടുകാർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഹൈദരാബാദി സ്പെഷ്യൽ ബ്രിഞ്ചോൾ കറിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. ഇത് സ്ലോ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നല്ലൊരു കറിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചോൾ മസാല കറിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബ്രിഞ്ചോളാണ്. അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 4 കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് കറയാണ്. ഒരു വലിയ സൈസ് സവോള എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ജീരകം പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നമ്മൾ സീക്രട്ട് ആയിട്ട് ചേർക്കുന്നതാണ് ശർക്കര ചിരവിയെടുത്തത്. എരിവിനനുസരിച്ച് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. മസാലാസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാവേ. കുറച്ച് ഉലുവ, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ കടല, 1 ടേബിൾ സ്പൂൺ ഡ്രൈ കോക്കോനട്ട് പൗഡർ, 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക്, ആവശ്യത്തിന് കരിവേപ്പില, പുളിവെള്ളം. നമ്മൾ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ കുറച്ച് വെള്ളമൊക്കെ പോകാനുണ്ട്. അത് പറ്റിയതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ മസാലാസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് പറ്റത്തെ. ആദ്യം നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഹൈദരാബാദ് ഫേമസ് കറിയാണ് ബ്രിഞ്ചോൾ കറി, അഥവാ ബ്രിഞ്ചോൾ മസാല കറി. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. നമ്മൾ ബ്രിഞ്ചോൾ വാങ്ങിക്കുമ്പോൾ പിഞ്ച് നോക്കി വേണം വാങ്ങിക്കാൻ, മൂത്തതല്ല. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇതിൻ്റെ എൻഡ് ഭാഗം ഇങ്ങനെ കട്ടായി പോകാൻ പാടില്ല. കണ്ടോ, ഹാഫാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ഇതൊരു പൂ ഷേപ്പിൽ കിട്ടും. കണ്ടോ, അപ്പോൾ തൊലയൊക്കെ വിട്ടു വരുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ച വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കൊപ്രപ്പൊടി ചേർത്ത് കൊടുക്കാം. ഡ്രൈ കോക്കോനട്ട് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇതായിട്ടുണ്ട്, കറക്റ്റ് പരുവം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്തതിൻ്റെ ശേഷം നമുക്ക് മിക്സിക്കകത്ത് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പരുവാക്കി എടുക്കാവേ. അപ്പോൾ നമുക്കിതിനെ തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ അതേ പാനിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിൽ 2 ടേബിൾ സ്പൂൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് ഒന്ന് പൊട്ടണം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ജീരകം ചേർത്ത് കൊടുത്തായിരുന്നേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉലുവ, കറുവാപ്പട്ട, ഏലക്ക, പട്ട ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂവും കൂടെ. അപ്പോൾ ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ വെച്ച സവാള ചെറുതായിട്ട് അരിഞ്ഞ വെച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വരണ്ട് വരാൻ വേണ്ടി
ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ച മൊത്തം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഈ സവോള ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു പച്ചമണം പച്ചച്ചുവയൊക്കെ മാറണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പം ചെയ്യുന്നത് സ്ലോ കുക്കാണ്. അപ്പം നമ്മൾ ഏറ്റവും സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ശകലം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്യാം. അത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തണുത്തിട്ട് അരയ്ക്കാൻ പറഞ്ഞ പേസ്റ്റ് ഇല്ലായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടലയുടെയും വെളുത്ത എള്ളിൻ്റെയും പിന്നെ നമ്മുടെ ഡ്രൈ കോക്കോനട്ട് പൗഡറിൻ്റെയും ഒക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് നമ്മൾ മിക്സി കഴുകിയ വെള്ളമാണ്. നേരത്തെ നമ്മളൊരു പേസ്റ്റ് ഒഴിച്ചായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ മിക്സി കഴുകിയ ജാറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓരോരുത്തരുടെ ഗ്രേവിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച് ബ്രിഞ്ചോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഇടാൻ. വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇടണം. നമുക്കിതൊന്ന് ഇളക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് നമ്മുടെ ബ്രിഞ്ചോൾ എല്ലാം ഓരോന്നായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ബ്രിഞ്ചോളിൻ്റെ അകത്ത് ചേരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 2 പച്ചമുളകില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകിൻ്റെ ഫ്ലേവർ കയറാനായിട്ട് ഞാനിതൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെടുത്ത് വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം.
തന്നെ. ഇനി നമുക്കിതിൻ്റെ അടുപ്പൊന്ന് തുറന്നു നോക്കാം. വാവ്, നല്ല മണം വരുന്നുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രിഞ്ചോൾ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി വെക്കാം. നല്ല രസമാണ് കറി കാണാൻ. കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല കളറുണ്ട് കാണാൻ. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. നല്ല രസമാണ് കാണാൻ, നല്ല ടേസ്റ്റുമാണ്. കുറച്ച് സമയം എടുക്കും ഈ കറി ഉണ്ടാക്കാൻ, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പോലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.